കൃഷ്ണ ഗുരുവായൂരപ്പ, ഞാനിന്ന് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് മൈത്രേയ മുഹൂർത്തം. നിങ്ങളിൽ പലർക്കും അറിയുണ്ടാവും മൈത്രേയ മുഹൂർത്തം. ആ മുഹൂർത്തത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അതിൻ്റെ ഫലപ്രാപ്തി 100% എന്നൊക്കെ. ആ കാര്യത്തിനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയൊരു വിശകലനമാണ് ഞാൻ പറയുന്നത്. ആ സമയത്ത് എല്ലാവർക്കും അവരുദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്കറിയാൻ കഴിഞ്ഞ കാര്യങ്ങൾ. അത് കാരണം ദേവീദേവന്മാർക്ക് ആ സമയത്ത് മൈത്രേയ മുഹൂർത്തത്തിൽ ശക്തി കൂടുതലാണ്. അപ്പോൾ ഭക്തരെ സഹായിക്കാനുള്ള ആ ഒരു മനസ്ഥിതി അവരിൽ കൂടുതലാണ്. കാരണം അവർക്ക് അതിന് ഏറ്റവും കൂടുതൽ കഴിയുന്ന സമയമാണ് ഈ മൈത്രേയ മുഹൂർത്തം എന്നുള്ളത്. അത് എല്ലാ മാസത്തിലും വരും. ആ മാസങ്ങളിൽ അത് വരും. ചില മാസങ്ങളിൽ 3 എണ്ണമൊക്കെ വരും. അതുപോലെ ആ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ എന്ത് തന്നെ ആയാലും അത് നിർവിഘ്നം നടന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അത് നമ്മൾ ഒരു 21 തവണയൊക്കെ ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ ഫലപ്രാപ്തി മൂർധന്യ അവസ്ഥയിലെത്തും എന്നാണ് ജ്യോതിഷികളൊക്കെ പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിശ്വാസപൂർവം ചെയ്യണം. നമ്മൾ വിശ്വാസമില്ലാതെ ചെയ്തിട്ട് കാര്യമില്ല. ഒരുപാട് കടങ്ങൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുന്ന ആളുകൾക്ക് അതേമാതിരി എന്തു തന്നെയായാലും, അതായത് എന്താഗ്രഹിച്ചാലും ആ ആഗ്രഹം നടക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ കടങ്ങളുള്ള ആളുകളൊക്കെ ആണെങ്കിൽ നമുക്ക് എത്ര കടമുണ്ട്, അതായത് എത്ര തരത്തിലുള്ള കടങ്ങളുണ്ട്, ആ കടങ്ങൾക്ക് അനുസൃതമായി ഒരു കവറിൽ, അതായത് ഇപ്പോൾ ബാങ്ക് കടം ഉണ്ടെങ്കിൽ, അതേമാതിരി പണ്ടം പണയം വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വസ്തു ലേലത്തിന് വെച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ വാഹനം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നമില്ലാത്ത ആളുകൾ വളരെ ചുരുക്കമായിരിക്കും. അത്രയും ധനികരായിരിക്കും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത. അത് എത്ര ധനികരായാലും എന്താ വെച്ചാൽ ഇനിയിപ്പോൾ ഗവൺമെൻറ് ജോലി ഉണ്ടെങ്കിൽ കൂടി അവർക്കും സാമ്പത്തിക ബാധ്യതകളും ഞെരുക്കങ്ങളും ഉണ്ടാവും. അതുപോലെ സാധാരണക്കാരനെ പ്രത്യേകിച്ചും പറയാനില്ല. അപ്പോൾ എങ്ങനെയായാലും സാമ്പത്തിക ഞെരുക്കം ഒക്കെ ഉണ്ടെങ്കിൽ, അതല്ല നമുക്ക് മാനസിക വിഷമങ്ങളാണെങ്കിൽ അതും ഒക്കെ അതിനൊരു പ്രതിവിധിയായിട്ട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുഹൂർത്തമാണ് ഈ മൈത്രേയ മുഹൂർത്തം എന്നുള്ള സമയം. മൈത്രേയ മുഹൂർത്തത്തിൽ ലക്ഷ്മി ദേവി ഉണ്ട്, വിഘ്നേശ്വരനുണ്ട്, അതുപോലെ സുബ്രഹ്മണ്യനുണ്ട്. കാരണം എന്താ വെച്ചാൽ ലക്ഷ്മി ഉള്ളിടത്ത് ഹരി ഉണ്ടാവും, അതായത് കൃഷ്ണൻ ഗുരുവായൂരപ്പൻ ഉണ്ടാവും. അപ്പോൾ ആ ഒരു എന്താ പറയുക, നമ്മളെ സഹായിക്കാൻ ഉതകുന്ന മൂർത്തികളെല്ലാവരും ഒത്തുചേർന്ന സമയമാണ് ഈ മൈത്രേയ മുഹൂർത്തം. ആ മുഹൂർത്തത്തിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ചില സമയത്ത് രാവിലെ വരും, ചില സമയത്ത് ഉച്ചയ്ക്ക് വരും, വൈകിട്ട് വരും. അങ്ങനെയുള്ള സമയങ്ങളൊക്കെ വരുന്നുണ്ട്. അതിനെപ്പറ്റി ഞാൻ വിശദമായിട്ട് പറയാം. ഇത് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഒരു ബാങ്കിൻ്റെ കടമാണ് ആദ്യം ഉദാഹരണം സഹിതമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളൊരു കവർ എടുക്കുക. എത്ര കടമാണോ നമുക്കുള്ളത്, അതായത് എത്ര തരത്തിലുള്ള കടമാണോ ഉള്ളത്, അത്ര തരത്തിലും ഉള്ള കടത്തിന് അത്ര കവർ. നമുക്കൊരു 2 കടമാണ് അല്ലെങ്കിൽ 5 കടമാണ് എന്നുണ്ടെങ്കിൽ അത് ഏതൊക്കെയാണെന്ന് ആദ്യം നമ്മൾ തീരുമാനിക്കുക. എന്നിട്ട് അത് എഴുതുക. അതായത് ഇപ്പോൾ ബാങ്കിൻ്റെ ആണെങ്കിൽ ആ ഇന്ന ബാങ്കിൽ എനിക്ക് ഇത്ര കടമുണ്ട്, ആ കടത്തിലേക്കുള്ള ഒരു സംഖ്യ ഞാൻ നീക്കി വയ്ക്കുന്നു. ഇനി എനിക്ക് ഇതിന്ന് മോചനം കിട്ടണം, നാനാ വഴികളിലൂടെയും എനിക്ക്
എൻ്റെ സാമ്പത്തിക സ്രോതസ്സ് വരണം, ഈ കടം പെട്ടെന്ന് വീടണം എന്നുള്ള ആ ഒരു ഇത് എഴുതുക. അതായത് ഇന്ന ബാങ്കിൽ നിന്നും ഇത്ര കടത്തിലേക്ക് എനിക്ക് ഞാൻ അടയ്ക്കാനുള്ള തുകയിലേക്ക് ഇത്ര രൂപ. അതിപ്പോൾ നമ്മളടുത്ത് 1 രൂപയുള്ളൂ വെച്ചാൽ ആ 1 രൂപ വെച്ചാൽ മതി. എന്നിട്ട് ആ കവർ ക്ലോസ് ചെയ്തിടുക. അങ്ങനെ എത്ര കടമാണ്, ഇപ്പോൾ പണ്ടം പണയം വെച്ചതാണെങ്കിൽ, ആഭരണം പണയം വെച്ചതാണെങ്കിൽ അതിലേക്ക് ഇത്ര എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ വസ്തുവിൻ്റെ ആണെങ്കിൽ അതിലേക്ക് അടവ് ഇത്ര. ഇനി ബാക്കി കാര്യങ്ങളിലൂടെ നമുക്ക് നാനാവിധ സഹായങ്ങളിലൂടെ ഈ കടം ഒഴിവാക്കാൻ ഉതകുന്ന തരത്തിലുള്ള നമ്മളെ അതായത് സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ എത്ര കടമാണോ ഉള്ളത് അത്ര കവറുകൾ എടുത്ത് അതിൽ നമ്മളെ കൊണ്ട് കഴിയണ 1 രൂപ അല്ലെങ്കിൽ 10 രൂപ എത്രയാണുള്ളത് വെച്ചാൽ ആ പൈസ. കാരണം നമ്മളിപ്പോൾ അത് ഇപ്പോൾ ബാങ്കിലെ കടമാണെങ്കിൽ 10 രൂപ വെച്ചാൽ അവരത് സ്വീകരിക്കില്ല. പകരം അതിലേക്ക് നമ്മൾ 10 രൂപ വെച്ചിട്ട് ബാക്കി ആ 21 ദിവസം കഴിയുമ്പോഴേക്ക് അല്ലെങ്കിൽ 21 പ്രാവശ്യം കഴിയുമ്പോഴേക്ക് അതിൻ്റെ ആ ഫലപ്രാപ്തി ഉണ്ടാവും എന്നുള്ളതാണ് നമ്മളറിയപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ആ കവറ് നിർബന്ധമായിട്ട് എടുക്കുക. കവർ എടുത്ത് അതിൻ്റെ മുകളിൽ എഴുതുക ഇന്ന സാധനം ഇന്ന കാര്യത്തിന് എന്ന് പറയുക. ആ കടബാധ്യത തീരാൻ വേണ്ടി എന്ന് പറഞ്ഞ് മഹാലക്ഷ്മി ദേവീനെയും, അതായത് ആദ്യം തന്നെ ചെയ്യേണ്ടത് വിഘ്നേശ്വരനെ, സർവ്വവിഘ്നങ്ങളും അകറ്റാനുള്ള ആ വിഘ്നേശ്വരനെ പ്രാർത്ഥിക്കുക. അതുപോലെ എന്താ പറയുക, മുരുകനെ പ്രാർത്ഥിക്കുക. ചൊവ്വയുടെ ദേവനാണ് മുരുകൻ. അപ്പോൾ ആ മുരുകനെ പ്രാർത്ഥിക്കുക, മഹാലക്ഷ്മി ദേവീനെ പ്രാർത്ഥിക്കുക. ഇത്രയാണ് നമ്മൾ ചെയ്യാനുള്ളത്. അവരെ പ്രാർത്ഥിച്ച് ആ സമയത്ത് ഇപ്പോൾ ശരിക്കും ഇതിൻ്റെ സമയങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡിസംബർ 1 രാവിലെ 5:14 7:24 ഒരു മുഹൂർത്തം ഉള്ളത്. അത് വരുന്നത് എങ്ങനെയാ വെച്ചാൽ വൃശ്ചിക ലഗ്നവും അനീഴ നക്ഷത്രവും ചേരുന്ന സമയത്താണ്. രാവിലെ 5:14 ആ സമയം 1. പിന്നെ അടുത്തത് വരുന്നത് ഏകാദശി ദിവസമാണ്. ഗുരുവായൂർ ഏകാദശി ദിവസം 11-ാം തീയതി ബുധനാഴ്ച. അന്ന് ഉച്ചയ്ക്കാണ്. ഉച്ചയ്ക്ക് 2 മണി അതായത് 2 മണി കഴിഞ്ഞ് 8 മിനിറ്റും പിന്നെ 3:55 വരെ. അതേ സമയത്തിനുള്ളിൽ ഒരു ഏകദേശം ഈ പറയുന്ന സമയങ്ങളിലൊക്കെ ഒരു മധ്യത്തിൽ, ഇപ്പോൾ 5:14 എന്നുള്ളത് 6:14 എടുക്കാം. അതേമാതിരി 2:08 എന്നുള്ളത് 3 മണിയാകുമ്പോൾ ഒക്കെ എടുക്കാം. 3 മണിൻ്റെ ഉള്ളിൽ ഈ 2:08 അതായത് വൃശ്ചികം ഡിസംബർ 11-ാം തീയതി വരുന്ന ഏകാദശിയുടെ അന്ന് വരുന്നത് അശ്വതി നക്ഷത്രവും മേട ലഗ്നവുമാണ്. അപ്പോൾ ആ സമയത്താണ് ഒരു മൈത്രേയ മുഹൂർത്തം വരുന്നത്. അതുപോലെ ഡിസംബറിൽ തന്നെ 28-ാം തീയതി ശനിയാഴ്ച 3:27 5:38 അത് രാവിലെയാണ്. അപ്പോൾ ആ സമയത്താണ് അതിനുള്ള ഉത്തമമായ മുഹൂർത്തം. ഈ സമയത്ത് നമ്മൾ ആദ്യം പറഞ്ഞ ആ കവറിൽ നമ്മളുടെ കടങ്ങളെ പറ്റിയിട്ട് ഇന്ന കടത്തിലേക്ക് ഇത്ര രൂപ ഞാനിപ്പോൾ വയ്ക്കുന്നു, ഇനി ബാക്കി ഈ നാനാ വഴികളിലൂടെ എനിക്ക് സഹായം കിട്ടി എൻ്റെ ഈ കടം വീടണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ വയ്ക്കുക. അങ്ങനെ ഓരോ ഇതിലും വയ്ക്കുക. അതായത് നമുക്ക് എത്ര തവണയാണോ വയ്ക്കാൻ കഴിയുന്നത് അത്ര. ഇങ്ങനെ ഓരോ മുഹൂർത്തങ്ങളും വരുമ്പോൾ അത് പ്രാർത്ഥിച്ചു വെച്ചാൽ പിന്നെ അതായത് നമ്മൾ അതിന് അശുദ്ധിയുള്ള സമയം വേണ്ട. സ്ത്രീകളാണെങ്കിൽ അശുദ്ധിയുള്ള സമയത്ത് ചെയ്യണ്ട. കവറിലാക്കലൊക്കെ ചെയ്യാം. പക്ഷെ ആ ഒരു നമുക്കൊരു പ്രാർത്ഥിക്കണമെന്ന് കുഴപ്പമില്ല, എന്നാലും ഒരു വൃത്തിയുള്ള കാര്യം ചെയ്യുന്ന സമയമല്ലേ. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് ചെയ്താൽ മതി. ബാക്കി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കൈയും കാലും കഴുകിയിട്ടായാലും മതി. അതായത് നമ്മുടെ കുടുംബ ഉപാസനയൊക്കെ ചെയ്യുന്ന കുടുംബത്തിലെ ഭഗവതികളോ അല്ലെങ്കിൽ ഭഗവാനൊക്കെ കൂടിയിരുത്തിയിട്ടുണ്ടല്ലോ, അവരെ കൂടി പ്രാർത്ഥിച്ചിട്ട് വേണം ഇത് തുടങ്ങാൻ. ഏറ്റവും ആദ്യം വേണ്ടത് വിഘ്നേശ്വരനെ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ ആ
നമ്മൾ ഏകദേശം 21 തവണ ചെയ്യുന്ന തരത്തിൽ. അപ്പോൾ 21 പ്രാവശ്യം ചെയ്യുമ്പോഴേക്കും നമ്മുടെ കടത്തിന് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാവും എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ഇനി ഇത് ശരിക്കും പറയുകയാണെങ്കിൽ വിഘ്നേശ്വരനെ തന്നെയാണ് പ്രീതിപ്പെടുത്തേണ്ടത്. അതിനൊരു മന്ത്രമുണ്ട്. ആ മന്ത്രം ഇങ്ങനെയാണ്: ഓം ശ്രീം ഗം സൗമ്യായ ഗണപതയേ വരദ സർവജനം മേ വശമാനയ സ്വാഹ. ഓം ശ്രീം ഗം സൗമ്യായ ഗണപതയേ വരദ സർവജനം മേ വശമാനയ സ്വാഹ. ഈ മന്ത്രം 108 തവണ ചെല്ലാൻ കഴിയുകയാണെങ്കിൽ അത്യുത്തമമാണ്. നമ്മളിപ്പോൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഇത് ചെല്ലിയിട്ട്, രാവിലെയാണോ അല്ലെങ്കിൽ വൈകുന്നേരമാണോ ചെല്ലുന്നത് വെച്ചാൽ അത് ചെല്ലിയിട്ട് അത് കാര്യം ചെയ്താൽ അത് പൂർണ്ണ ഫലപ്രാപ്തി ഉണ്ടാവും എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ അറിവ്. ഒരുപാട് പേരത് പരീക്ഷിച്ചു വിജയിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി ബാക്കിയുള്ള ആളുകളൊക്കെ അതൊന്ന് ശ്രമിച്ചു നോക്കുക. കടക്കാരാണെങ്കിൽ, കടമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുട്ടികളില്ലാത്തവർക്കോ എന്ത് തരത്തിലാണെങ്കിൽ, വീടില്ലാത്തവർക്കോ, നമ്മളെന്താണോ നമുക്ക് ഇല്ലാത്തത്, നമ്മൾ ആഗ്രഹിക്കുന്നത്, ആ ആഗ്രഹം ആ കവറിൽ എഴുതിയിട്ട് ഒരു ധാന്യം, അതായത് ഒരു നാണയം വയ്ക്കുക. ഇനി ഇത് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ആ പൈസ നേരെ ഒന്നുകിൽ വല്ല അന്നാദാനത്തിനോ എന്തെങ്കിലുമൊക്കെ കൊടുക്കാം, അതല്ലെങ്കിൽ അമ്പലത്തിലെ ഭണ്ഡാരത്തിൽ കൊണ്ടുപോയിടുക. അപ്പോൾ അത് കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം തീർന്നു. അപ്പോൾ നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ തീർന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇനി എല്ലാവരും ഈ മൈത്രേയ മുഹൂർത്തത്തിൽ ഒന്ന് ഇത് ശ്രമിച്ചു നോക്കൂ. ഫലപ്രാപ്തി ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഗുരുവായൂരപ്പനും ലക്ഷ്മീദേവിയും വിഘ്നേശ്വരനും സുബ്രഹ്മണ്യസ്വാമിയും ഒക്കെ കൂടി നമ്മളെ ആ കടത്തിൻ്റെ അല്ലെങ്കിൽ മറ്റുള്ള പ്രശ്നങ്ങളിൽ നിന്നും രക്ഷിക്കട്ടെ. ഹരേ കൃഷ്ണ.